നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി UAE ഭരണകൂടം. കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 3 ഇന്ത്യക്കാരെ കഴിഞ്ഞ ദിവസം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ഇറ്റാലിയൻ റെസ്റ്റോറന്റിൽ ഷെഫായ റാവത്ത് രോഹിത്, ഷാർജയിലെ കമ്പനിയിൽ സ്റ്റോർ കീപ്പറായ സജിൻ കിന്നിഗോളി എന്നിവരെയും ഒരു കാഷ്യർ ജീവനക്കാരനെയുമായിരുന്നു പിരിച്ചുവിട്ടത്. ഇവരെ പിന്നീട് നിയമ നടപടികൾക്കായി പോലീസിന് കൈമാറുകയും ചെയ്തു. ഇതേ രീതിയിൽ വിദ്വേഷ പ്രചരണം നടത്തിയ നിരവധി ഇന്ത്യക്കാരാണ് നിലവിൽ UAE നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ വർഗീയതയും അസഹിഷ്ണുതയും പരത്തുന്ന പ്രചരണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഇന്ത്യൻ സ്ഥാനപതി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇപ്പോഴും വർഗീയത പരത്തുന്ന നിരവധി പ്രചരണങ്ങളാണ് നടന്നുവരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങൾ ഒരേ സമയം വേദനയും ദേഷ്യവും ഉണ്ടാക്കുന്നതാണെന്ന് UAE രാജകുടുംബാംഗമായ ഷെയ്ഖ് ഹെന്ദ് ഫൈസൽ അൽ ഖാസിമി നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനു മുൻപ് ഇന്ത്യക്കാരിൽ നിന്ന് ഇത്തരമൊരു വിദ്വേഷം ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ ബന്ധമാണുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഈ രീതി പുതിയതാണെന്നും അവർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതോടെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും നേരിട്ടുമുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി കടുപ്പിക്കാൻ UAE ഭരണകൂടം തീരുമാനിച്ചത്. വിദ്വേഷമോ വിവേചനമോ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾക്കും പ്രവൃത്തികൾക്കും ഇനി മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴയും ചുരുങ്ങിയത് 5 വർഷം തടവും ശിക്ഷയായി നൽകാനാണ് പുതിയ തീരുമാനം. UAE ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷനാണ് ശിക്ഷാ നടപടിയിൽ മാറ്റം വരുത്തിയതായി അറിയിച്ചത്. കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ പിഴയോ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരും. UAE ഉയർത്തിപ്പിടിക്കുന്ന സഹിഷ്ണുതാ മൂല്യങ്ങൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. രാജ്യത്ത് കഴിയുന്ന എല്ലാവർക്കും നീതിയും തുല്യതയും ഉറപ്പാക്കുമെന്നും ഭരണകൂടം വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ ജനങ്ങൾക്കിടയിൽ മതവിദ്വേഷം വളർത്തുന്ന പ്രതികരണങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും UAE അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ നിരീക്ഷണം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.